നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഡിസംബർ 10 നടക്കുന്ന ചാലിശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സന്ധ്യ സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും 9ാം വാർഡ് അംഗവുമായിരുന്ന AV സന്ധ്യ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച പകൽ 11-നാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ MM ജമീല മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ TP കുഞ്ഞുണ്ണി, PR കുഞ്ഞുണ്ണി, KR വിജയമ്മ, TM കുഞ്ഞുകുട്ടൻ, PK അബ്ദുൽ മുത്തലിബ്, TK സെയ്ദ് എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി മെയിൻ റോഡ് ചുള്ളിയിൽ തെക്കേപ്പുരയ്ക്കൽ സന്ധ്യ സുനിൽകുമാർ CPM അറയ്ക്കൽ ബ്രാഞ്ച് അംഗമാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമയാണ് വിദ്യാഭ്യാസ യോഗ്യത. റിട്ടയർഡ് അധ്യാപകനായ PB സുനിൽകുമാറാണ് ഭർത്താവ്. ആകെ 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDF 8 സീറ്റും LDF 7 സീറ്റും എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ UDF സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു വാർഡാണ്. UDF ജയിച്ചവർ മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഈ വാർഡിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. എന്നിട്ട് പോലും നാളിതുവരെയായി ഒരു വികസന പ്രവർത്തനവും നമ്മുടെ ഈ 9ാം വാർഡിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ മൂല്യങ്ങൾക്ക് മാറ്റി ജനജീവിതം സുഗമമാക്കുന്നതിന് LDF അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ ഞാൻ ചുറ്റിക അരിവാൾ നക്ഷത്ര മലയാളത്തിലാണ് മത്സരിക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനങ്ങളോടൊപ്പം എന്നും എല്ലായ്പ്പോഴും. പഞ്ചായത്ത് പ്രസിഡന്റ് അംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് 7 വീതം അംഗങ്ങളായതോടെ പ്രസിഡന്റിനെ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത്. UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന വിജേഷ് കുട്ടൻ വിജയിക്കുകയായിരുന്നു. ഡിസംബർ 10-നാണ് വാർഡിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഡിസംബർ 11-ന് വോട്ടെണ്ണൽ നടക്കും. വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. ശനിയാഴ്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ചയാണ്. CCTV ന്യൂസ്, തൃത്താല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാർഡുകളുടെ അതിർത്തി പുനഃക്രമീകരണ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതോടെ പരാതികളും ഉയർന്നു തുടങ്ങി. പട്ടാമ്പി മണ്ഡലത്തിൽ 18 വാർഡുകൾ പുതുതായി വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡുകളുടെ അതിർത്തി പുനഃക്രമീകരണ കരട് രേഖ പ്രസിദ്ധീകരിച്ചപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ പുതുതായി 18 വാർഡുകളാണ് നിലയിൽ വന്നിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലും 7 പഞ്ചായത്തുകളിലുമായാണ് 18 വാർഡുകൾ പുതുതായി വന്നിരിക്കുന്നത്. കരട് രേഖയുടെ പരിശോധന തുടങ്ങിയതോടെ പരാതികളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കൊപ്പം, തിരുവേഗപ്പുറ, വല്ലപ്പുഴ പഞ്ചായത്തുകളിലാണ് 3 വാർഡുകൾ വീതം വർദ്ധിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിലെ പ്രതിപക്ഷ കക്ഷികൾ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിക്കഴിഞ്ഞു. വിളയൂർ, മുതുതല, കുലുക്കല്ലൂർ, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 2 വീതം വാർഡുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിൽ 1 വാർഡും വർദ്ധിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായാണ് വാർഡുകളുടെ വിഭജനം നടന്നിരിക്കുന്നതെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകുവാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും കരട് ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭ്യമാണ്. ഡിസംബർ 3 വരെ പരാതികൾ നൽകുവാനുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. പ്രമുഖ നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പഞ്ചാഗ്നി, ചമയം, രാജധാനി, ചെങ്കോൽ, മലപ്പുറം ഹാജി മഹാനായ ജോജി, പ്രായിക്കര പാപ്പാൻ, ഉദ്യാനപാലകൻ, ഈ പുഴയും കടന്ന്, വാസ്തവം തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ. ഷൊർണൂരിൽ പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് നടത്തി വരുന്നുണ്ടായിരുന്നു. ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. വാർത്തയിലേക്ക്. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ഈ മാസം 23 മുതൽ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. 25 വരെയാണ് നിയന്ത്രണം. പട്ടാമ്പി നിള ഹോസ്പിറ്റൽ ഷൊർണൂർ IPT റോഡിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനപ്പടി സൗദി സ്റ്റീൽ മുതൽ മഞ്ഞളുങ്ങൽ പാടം വരെയുള്ള ടാറിംഗ് ആണ് നടക്കുന്നത്. ഇതിനായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്.
നവംബർ 23 ഉച്ചയ്ക്ക് 1 മണി മുതൽ നവംബർ 25 രാത്രി 12 മണി വരെയാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. പാലക്കാട് ഭാഗത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് വെല്ലപ്പുഴ പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ്. പാലക്കാട് ഭാഗത്ത് നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണെന്ന് KRFB PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. മതസൗഹാർദ്ദത്തിന്റെ നേർസാക്ഷ്യമായി പൊതുസദ്യയിൽ ജാതിമതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 159ാമത് ശിലാസ്ഥാപന പെരുന്നാൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് ആഘോഷിച്ചത്. പെരുന്നാൾ തലേന്ന് സന്ധ്യാപ്രാർത്ഥന, അങ്ങാടിച്ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം, ശ്ലൈഹിക വാഴ്വ് എന്നിവ ഉണ്ടായി. ഗജവീരന്മാരുടെ അകമ്പടിയോടെ രാത്രി പെരുന്നാൾ ആരംഭിച്ചു. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നായി ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ ആഘോഷം കാണുവാൻ അങ്ങാടിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി. രാത്രി പെരുന്നാൾ വ്യാഴാഴ്ച പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി പെരുന്നാൾ സന്ദേശവും നൽകി. ഫാദർ ഗീവർ ഐനൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ഫാദർ ബേസിൽ കൊല്ലാർമാലി, ഫാദർ തോമസ് ചിരൻ എന്നിവർ സഹകാർമ്മികരായി. ഉച്ചയ്ക്ക് ആരംഭിച്ച 11 കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ദേശങ്ങളിൽ പെരുന്നാൾ വിളംബരം നടത്തി. ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, ചെണ്ടവാദ്യം, പഞ്ചവാദ്യം, മുത്തുക്കുട എന്നിവ പെരുന്നാൾ പ്രേമികൾക്ക് ആവേശമായി. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് പൂരപ്പൊലിമയുടെ ചാരുത പകർന്ന് തലയെടുപ്പുള്ള ഗജവീരന്മാർ നെറ്റിപ്പട്ടവും കോലവുമേന്തി അണിനിരന്നു. തുടർന്ന് യെൽദോ മോർ ബസേലോസ് ചാപ്പലിലേക്ക് പെരുന്നാൾ പ്രദക്ഷിണമുണ്ടായി. പൊൻവെള്ളിക്കുരിശുകളും വിശ്വാസികളും പങ്കെടുത്തു. ധൂപപ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം ജാതിമതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയോടെ ആഘോഷങ്ങൾ സമാപിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂളിൽ അക്ഷരകളരിക്കും തുടക്കമായി. വിവിധ പരിപാടികളുടെ ഉദ്ഘാടനവും നടന്നു. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നത്. സൗഹൃദ ദിനാചരണവും ഇതിന്റെ ഭാഗമായി നടന്നു. സൗഹൃദ ദിനാചരണം സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം നിർവഹിച്ചു. ഇന്ന് ലോകത്തിൽ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ആയി ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലും ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ കൊണ്ടാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സൗഹൃദ കൂട്ടായ്മക്ക് തീരുമാനമെടുത്തത്. നമ്മുടെ ഇന്ത്യയിൽ ചിൽഡ്രൻസ് ഡേ എന്ന് എല്ലാവർക്കും അറിയാലോ. എന്തായിരുന്നു നവംബർ 14 കഴിഞ്ഞുപോയി. പക്ഷേ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ ഇന്നാണ്. ഏതായാലും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ റഷീദ് മാസ്റ്റർ സൂചിപ്പിച്ചു, നമ്മുടെ കുട്ടികൾ കേവല പുസ്തകക്കുഴുക്കളായി മാറാൻ പാടില്ല. കുട്ടികളെ എത്തിവേണം ജീവിതത്തിലെ വിജയവും പരാജയവും പ്രതിസന്ധികളുമൊക്കെ കണ്ടും കേട്ടും പരിചയപ്പെട്ടും അതിന്റെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനുഷ്യരായി മാറാൻ കഴിയുക. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മലയാള മനോരമയും പട്ടാമ്പി അൽഷാമ കണ്ണാശുപത്രിയും സഹകരിച്ച് നടപ്പാക്കുന്ന അക്ഷരക്കളരിക്കും തുടക്കമായി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, NK റാസി, വിജയൻ പൂവക്കോട്, അബ്ദുൽ അസീസ് കോടിയിൽ, സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ MK, മറ്റു അധ്യാപകരും പങ്കെടുത്ത് സംസാരിച്ചു. സൗഹൃദ ദിനാചരണത്തിന്റെ ഭാഗമായി സൗഹൃദ ക്ലബ്ബും NSS യൂണിറ്റും സംയുക്തമായി ഫുഡ് ഫെസ്റ്റിവലും സംഘടിപ്പിച്ചു. കുട്ടികൾ വീടുകളിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു ഫുഡ് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചത്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയ സ്കൂളിലെ പ്രതിഭകൾക്ക് ആദരവും നൽകി. വിജയികൾക്കുള്ള ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു. കലോത്സവ കൺവീനർ P അജിത, സ്റ്റാഫ് സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവരും സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.